ബിലീഫ് ടവറിൻ്റെ സ്കൈ ഡെക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിലീഫ് ടവർ ഇതാ ഇങ്ങനെ വിശാലമായി കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബിലീഫ് ടവറിൻ്റെ ഫിഫ്ത്ത് ടവർ എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. ഫിഫ്ത്ത് ടവർ 1998 വരെ വേൾഡിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പോൾ 26ാമത്തെ വേൾഡ് 25th ബിലീഫ് ടവറാണ്. US-ലെ ഏറ്റവും വലുത് ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻ്ററാണ്. ബിലീഫ് ടവറിന് 108 നിലകളുണ്ട്. നിങ്ങൾ ബിലീഫ് ടവറിൻ്റെ താഴത്ത് കൂടെ എൻ്റെ എൻട്രൻസ് നോക്കി നടക്കുകയാണ്. വായിച്ചറിഞ്ഞത് ഇതിന് 108 നിലകളുണ്ട്. അണ്ടർഗ്രൗണ്ടിലേക്ക് 3 നിലകളും. $40 സംതിങ് ആണ് എൻട്രൻസ് ചാർജ് ഒരാൾക്ക്. പോയി നോക്കട്ടെ. സ്കൈ ഡെക്കിൻ്റെ വ്യൂ തന്നെ അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഒബ്വിയസ്ലി 108 നിലയുടെ മേലെ നല്ല വ്യൂ അതിന് അടിപൊളിയാകുമല്ലോ. നിങ്ങൾ ബിലീഫ് ടവറിൻ്റെ എൻട്രൻസ് എന്ന് വെച്ചു. സ്കൈ ഡെക്കിൻ്റെ എൻട്രൻസ് നോക്കി പോവാണ്. ബിൽഡിങ്ങിനകത്ത് കയറി സ്കൈ ഡെക്ക് താഴേക്ക് ആവണം അല്ലേ. പോയിക്കൊണ്ടിരിക്കും. സ്കൈ ഡെക്കിൻ്റെ എൻട്രൻസ് നോക്കി പോവാണ്. നടന്നു പോയിക്കോട്ടെ. സ്കൈ ഡെക്ക് നോക്കിയിട്ട് പോവാണ്. സ്കൈ ഡെക്ക് ടിക്കറ്റ്സിൻ്റെ എൻട്രൻസ് എത്തി. ടിക്കറ്റ് എടുത്തു. $124 ആയി. കുറച്ച് സ്ലോ ആണ് സിസ്റ്റം. സ്കൈ ഡെക്കിൻ്റെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തു. $124 ആയി. 230 ടിക്കറ്റ്. ജനറൽ അഡ്മിഷനും അതുപോലെ എക്സ്പ്ലേറ്ററി എൻട്രി ഉണ്ട്. ഞങ്ങൾ ജനറൽ അഡ്മിഷൻ അകത്ത് കയറാണ്. ചെക്കിങ്ങായിരുന്നു. അത് കഴിഞ്ഞ് ഉള്ളിൽ കയറാണ്. എൻട്രൻസ് കയറി. ഷിക്കാഗോൻ്റെ ഹിസ്റ്ററി ഉണ്ട് ഇവിടെ. ഓരോ വർഷത്തിൽ ഇവിടെ 1871 വലിയ ഫയറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ഷിക്കാഗോയുടെ ചരിത്രത്തിലൂടെയാണ് നമ്മളെ സ്കൈ ഡെക്കിലേക്ക് കൊണ്ടുപോകുന്നത്. ഗ്രേറ്റ് ഷിക്കാഗോ ഫയർ. ഷിക്കാഗോയുടെ ചരിത്രത്തിലൂടെ സ്കൈ ഡെക്കിലേക്ക് നടക്കുകയാണ്. ഈ ടവറിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇത് വിൻഡിൽ മാക്സിമം 3 ഫീറ്റ് വരെ ഇത് ടിൽറ്റ് ചെയ്യും ബിൽഡിങ്. പിന്നെ 3 സർക്കിൾ അറൗണ്ട് ദ എർത്തിൽ അത്രയും വലിയ കേബിൾസ് ഉണ്ട്. സർക്കിളിന് 3 പ്രാവശ്യം ഭൂമിയിൽ ചുറ്റുന്ന അത്രയും കേബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. 101 ഫുട്ബോൾ ഫീൽഡിൻ്റെ ഫ്ലോർ സ്പേസ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഫ്ലോർ സ്പേസ് മൊത്തം 101 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട്. 1348 നീലത്തിമിംഗലത്തിൻ്റെ വെയിറ്റ് ഉണ്ട്. 223 മൈക്കൽ ജോർഡാൻസിൻ്റെ ഹൈറ്റ് ഉണ്ട്. മൈക്കൽ ജോർഡാൻ ഇതൊരു ഫേമസ് അത്ലറ്റാണ്. $1973 ആ കാലത്തെ വേൾഡിലെ ലിഫ്റ്റ് ടവർ ഉണ്ടാക്കിയത്. ദാറ്റ്സ് ലിഫ്റ്റ് ടവർ. പിന്നെ ഏകദേശം 300 ഫീറ്റ് ഹൈറ്റ് ബിൽഡിങ്ങിന് കൊടുക്കുന്നുണ്ട്. ഇതൊരു ട്രെയിൻ ഫീലിങ്ങിൽ സെറ്റപ്പ് ചെയ്തതാണ്. മൂവിങ് ഫീൽ കിട്ടും. പുറത്തുള്ള കാര്യങ്ങൾ കാണുന്ന പോലെ സെറ്റപ്പാണ്. Taste of Chicago. Sounds of Chicago.
പോകുന്ന വഴിയിലൊക്കെ ഓരോരോ അത്ഭുതങ്ങളും ഷിക്കാഗോയുടെ ചരിത്രവും പൈതൃകങ്ങളൊക്കെ കാണിച്ചാണ് സ്കൈഡേക്കിലേക്ക് എത്തിക്കുന്നത്. ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് അട്രാക്ഷനാണ് ഈ സ്കൈഡെക്കിലേക്കുള്ള എലിവേറ്ററിലേക്കുള്ള എൻട്രി ആണ്. One part of the city, rising from the ashes, Chicago quickly rebuilds to become an architectural icon. The World's Fair. സ്കൈഡെക്കിലേക്ക് ലിഫ്റ്റാണിത്. അവസാനം സ്കൈഡെക്കിൻ്റെ എൻട്രി എത്തി. വിത്തിൻ ലെസ് ദാൻ എ മിനിറ്റ് 103 ഫ്ലോറ് ടക്കെന്ന് കയറി. Awesome view. They don't want us to enter. We can go all the way around, or we can just enter. ചൂടൊക്കെ ഇവിടെ ഇരുന്ന് 1353 ഫീറ്റ്. മറ്റേ അടുത്ത സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. നോർത്ത് ഞാൻ ഗ്ലാസ് വ്യൂവിൽ പറ്റിയാൽ പോകണം. 1.5 inch between you and the sky. The ledge. ആ ഗ്ലാസിൻ്റെ മേലെ നിന്നിട്ട് നിൽക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ ബ്യൂട്ടി. ഇവിടെ ഗ്ലാസിന് മേലെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് തലയാട്ടുന്ന പേര് ലിഫ്റ്റ് വരെ കണ്ടിട്ട് തിരിച്ച് നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ വന്നു. ഇനി നമ്മൾ വണ്ടി എടുത്തിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ ഇനി നമുക്ക് വേറൊരു കാഴ്ചയിൽ ഇങ്ങനെ കാണാം.